നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യപ്രദമായിട്ടുള്ളൊരു പലഹാരം. ഞാൻ ഇന്നിവിടെ അരിമുറുക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടത് മാവ്, അരിമാവ്, അരിപ്പൊടി, അതായത് നമ്മൾ പത്തിരി നൂലപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് വെച്ചേക്കുന്ന ആ മാവാണ്. പിന്നെ ഉഴുന്ന് വറുത്ത് പൊടിച്ചതാണ്, നല്ല കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചതാണ് ഉഴുന്ന മാവ്. പിന്നെ ശകലം മുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് ജീരകപ്പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി, കായപ്പൊടി, പിന്നെ 2 സ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ മാവിങ്ങനെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നത്. അപ്പം മാവ് കുഴയ്ക്കുന്നതിനാണെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം, നല്ല ചൂട് വെള്ളം ഇതിലൊഴിച്ചാണ് കുഴയ്ക്കുന്നത്. ഇപ്പം മാവാണെങ്കിലും ഇപ്പം 1 കപ്പ് ഉഴുന്നിൻ്റെ മാവാണെങ്കിൽ 3 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പം വേണമെങ്കിൽ 4-1 മതി, 3-1 മതി. ഇപ്പം എൻ്റെ വീട്ടാവശ്യത്തിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇങ്ങനെ 3-1 ചേർക്കുന്നത്. 3 കപ്പ് അരിമാവും 1 കപ്പ് ഉഴുന്നുമാവും രണ്ടും കൂടെ ചേർത്തിങ്ങനെ കുഴയ്ക്കുകയാണ്. അപ്പം ഇതിൽ തന്നെ അടുത്ത ശകലം മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പിന്നെ ശകലം കായം, മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കായൊക്കെ ചേർക്കുന്നത്. അതിനൊക്കെ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാകും, ഒരു പ്രത്യേക സ്വാദാണ്. പിന്നെ എള്ളുപൊടി, ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ളൂടെ ചേർക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടാവശ്യത്തിലേക്ക് വേണ്ടി കഴുകി വറുത്ത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇതുപോലെ ചേർത്ത് ചെയ്യാറുണ്ട്. ഇതിൽ തന്നെ ഇനി നല്ല ചൂട് വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് വേണം ഇത് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്നതിന്. അപ്പം ഇങ്ങനെ കുഴയ്ക്കുന്നത് കൊണ്ട് മാവ് നല്ലവണ്ണം വെന്ത് കിട്ടും. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് ഇതിങ്ങനെ കുഴയ്ക്കേണ്ടത്. കൂടുതൽ വെള്ളം ആയാലും പാടില്ല, വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അതിന് എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ഇപ്പോൾ അത് ചെറുതായതുകൊണ്ടാണ് വലിയ പാത്രത്തിലോട്ടിട്ട് കുഴയ്ക്കുവാണ്. ഉപ്പ് പൊടി ഇടാൻ മറന്നുപോയി. ഉപ്പ് പൊടി ഇപ്പോഴാണ് ഇടുന്നത്. ഉപ്പ് പൊടിയാണ്. നമ്മുടെ മാവ് നല്ല കറക്റ്റ് പരുവത്തിന് നല്ല സോഫ്റ്റായിട്ടായിട്ടുണ്ട്, കണ്ടോ? അപ്പം ഇതിനി ഉരുളകളാക്കി ഈ സേവനാഴിക്കകത്ത് വെച്ചിട്ടാണിത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു വാഴയിലയിൽ കറക്കി വെച്ചിട്ടാണ് നമ്മൾ 2-3 ആകുമ്പോൾ ഒരുമിച്ചെടുത്ത് എണ്ണയിലോട്ട് അങ്ങ് ഇടും. ഇങ്ങനെ റൗണ്ടൊന്നും ശരിയായി വരുന്നില്ല, എങ്കിലും അത് നമ്മളിതിന് കറക്റ്റാക്കി അങ്ങോട്ട്
എണ്ണയിലോട്ടിടുമ്പോൾ ശരിയായിക്കൊള്ളും. ഇനി എണ്ണയിലോട്ടിടുകയാണ്. എണ്ണ ഇങ്ങനെ കാഞ്ഞ് മൂത്തിരിപ്പുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ മുറുക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ മുള്ളുമുറുക്കെന്നാണ് പറയുക. മുള്ളുമുറുക്കെന്നും പറയും, മുറുക്കെന്നും പറയും. സാധാ അരിമുറുക്ക് അല്ലേ? അരിമുറുക്കായാൽ ഇതിൽ കൂടുതൽ ഞാൻ ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കഴിക്കാനായാലും നല്ല മൃദുവാണ്. പിന്നെ പെട്ടെന്ന് അത്ര ഹാർഡല്ല. നല്ലതാണ് കഴിക്കാൻ. എല്ലാവർക്കും ഗുണമുള്ളതാണ്. നിങ്ങളിത് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല വീടുകളിരിക്കുന്ന അല്ലെങ്കിൽ ജോലിയുള്ളവർക്കായാലും ഇത് വലിയ സമയമൊന്നും വേണ്ട. നമ്മുടെ കിട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ആഹാരങ്ങൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കാൻ നോക്കുക. അത് നമുക്കും ഒരു സന്തോഷമാണ്, കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതൊരു സന്തോഷമാണ്.